നമ്മുടെ സംസാരങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോ എന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എവിടെ ആരോട് പറഞ്ഞാലും അവിടെ തെറ്റി. അങ്ങനെ തെറ്റിനുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ നമ്മുടെ സംസാരത്തിൻ്റെ ശൈലിക്ക് എന്തോ പ്രശ്നമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏറ്റവും നല്ല ആരാധനയും സ്വഭാവവും ഒക്കെ സ്വീകരിക്കുന്ന ആളുകളാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരോട് ഇടപെട്ടാലും അവിടെ തെറ്റി. അങ്ങനെ തെറ്റാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തോ കുഴപ്പമില്ല. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? നമ്മളെക്കാളും മുതിർന്ന സ്ഥാനത്തുള്ള ഒരാളാണെങ്കിലും താഴെയുള്ള ഒരു സ്ഥാനത്തുള്ള രണ്ടാളോടും പെരുമാറാൻ പറ്റുന്ന ഒരു ശൈലിയുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ആളുടെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്തതല്ലേ പ്രശ്നം. അതിൻ്റെ കഴിഞ്ഞു. ഇപ്പോൾ ഫിറൗനോട് സംസാരിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം എങ്ങനെ സംസാരിച്ചത്? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ വഖുൽ ഹൽ ലക ഇലാ അൻ തസക്കാ വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. ഫിറൗൻ പറഞ്ഞാൽ ആ നാടിന്റെ പരമാധികാരിയായ ഒരു രാജാവാണ്. മാത്രമല്ല അവൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാനാണ് പോകുന്നത്. അപ്പോൾ അതൊരു ശൈലി പഠിപ്പിച്ചു കൊടുക്കാൻ. എന്താണ് ആ ശൈലി? വഖുൽ ഹൽ ലക ഇലാ അൻ തസക്കാ വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. ഞാൻ നല്ലൊരു വഴി നിനക്ക് കാണിച്ചു തരാം. നീ നല്ലൊരു മനുഷ്യനാകാൻ, ഒരു സംസ്കാരമുള്ളവനാകാൻ ഒരുക്കമാണോ? അതൊരു കൽപ്പനയല്ല, ഒരാവശ്യപ്പെടലല്ല, മറിച്ച് എന്താ ഒരു ശൂറയാണ്, ഒരു ചർച്ച. നമുക്ക് എല്ലാവരോടും അങ്ങനെ സംസാരിക്കാൻ പറ്റും. എല്ലാവരോടും. നമ്മുടെ താഴെയുള്ള ഒരാളാണെങ്കിൽ എന്ത് നമ്മൾ കൽപ്പിക്കുന്ന സുഹൃത്തുക്കളെ? നമ്മുടെ സ്വേച്ഛാദികളെ പോലെ, ഒരു അധികാരികളെ പോലെ അഹങ്കാരത്തോടെ പറയേണ്ട കാര്യം എന്താ? ഏറ്റവും വിനീതനായ, നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന, നമ്മളും അയാളും തമ്മിൽ സ്ഥാനത്തിലോ മാനത്തിലോ പണത്തിലോ ഒക്കെ എത്ര അകലമുണ്ടെങ്കിലും എന്താണ് അയാളോട് ഒരു നല്ല രൂപത്തിൽ സംസാരിച്ചാൽ എന്താണ്? പലപ്പോഴും പറയും നമ്മൾ ഒരുപക്ഷെ നമ്മളെ നിരന്തരമായി നമുക്ക് സേവനം ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൽപ്പിക്കേണ്ട. നമ്മുടെ കാറെടുത്ത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ കാര്യം പറയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തുകൂടെ, നമുക്ക് അങ്ങനെ പോയിക്കൂടെ, നമുക്കൊരു യാത്ര, ഒരു ചെറിയൊരു ട്രിപ്പ് ഒന്ന് പോകേണ്ടതുണ്ട് എന്ന് പറയുന്നത് എത്ര നല്ലൊരു ശൈലിയാണ്, എത്ര നല്ലൊരു രൂപമാണ്. നീ ജനങ്ങളുടെ മുഖം കോട്ടരുത്. മുഖത്തേക്ക് നോക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരു വിനയമോ ആളുകളോട് പെരുമാറാനുള്ള ഒരു വിനീത അവസ്ഥയോ ഇല്ലാത്ത ഒരു മാനസികാവസ്ഥ, മുഖത്ത് എപ്പോഴും ഒരു കോട്ടം നിനക്കുണ്ടാവരുത്. എല്ലാ സന്ദർഭത്തിലും ആളുകളോട് ഒരു അഹങ്കാരത്തിന്റെ മനസ്സോടെ പെരുമാറും. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. എല്ലാ അഹങ്കാരിയെയും ദുരഭിമാനിയെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടെ വിനീതമായി പെരുമാറാനുള്ള ഒരു കാര്യം. വലാ തംശി ഫിൽ അർളി മറഹ. അഹങ്കാരത്തോടെ നീ ഭൂമിയിൽ നടക്കരുത്. ലൻ തഖ്രികൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. ഖുർആന്റെ പേര് നോക്കുന്നുണ്ട്. ഇങ്ങനെ ആ നടത്തം കണ്ടാൽ നീ കാലെടുത്ത് വെക്കുമ്പോൾ ഭൂമി പിളർന്നു പോകും. അത്ര ശക്തിയുണ്ടോ നിന്റെ അഹങ്കാരത്തിന്? അല്ലെങ്കിൽ ഒരു പർവ്വതത്തോളം നീ ഉയർന്നു പോകും. ആ നടത്തത്തിന്റെ ഒരു ശൈലിയെ പോലും ഖുർആൻ എത്ര സാഹിത്യപരമായിട്ടാണ് നമുക്ക് പരിചയപ്പെടുത്തി മനസ്സിലാക്കി തരുന്ന ആലോചിച്ച് നോക്കുന്നെങ്കിൽ അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മുടെ സ്ഥാനമോ നമ്മുടെ മഹത്വമോ, അപ്പോൾ നമ്മൾ ഭർത്താവാണ്, അപ്പോൾ ഭർത്താവാണെന്നുള്ള ഒരു അഹങ്കാരത്തിലും രാജകീയത്തിലും ഭാര്യയോട് പെരുമാറിയാൽ കാലകാലം ആ പെണ്ണിനൊരു സ്വയം ഉണ്ടാവില്ല. നമ്മുടെ അധ്യാപകനാണ്, ആയിക്കോട്ടെ സുഹൃത്തുക്കളെ, എങ്കിലും നമ്മുടെ വിദ്യാർത്ഥികളോട് സൗമ്യമായി സംസാരിക്കുന്നതിന് എന്താ ഒരു പ്രശ്നമുള്ളത്? നമ്മുടെ സ്ഥാനങ്ങളും നമ്മുടെ മാനങ്ങളും നമ്മുടെ മഹത്വങ്ങളും തറവാടിത്തങ്ങളും മറ്റുള്ളവരോട് ശൈലിയായി വാക്കുകളായി പുറത്തു വരുമ്പോൾ നമ്മുടെ പെരുമാറ്റം നന്നാവില്ല. നമ്മുടെ വർത്താനം പറയാൻ ഒരാളും ഇഷ്ടപ്പെടുകയുമില്ല. എന്താണ് വസ്തു?